ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS കൗണ്ഡിന്യ മസ്കറ്റിലെത്തിയപ്പോൾ അത് മലയാളികൾക്കും അഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നു. 17 ദിവസത്തെ കന്നിയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ ക്യാപ്റ്റൻ പ്രശാന്ത് സി മേനോൻ. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ 70ാം വാർഷിക വേളയിലാണ് INS കൗണ്ഡിന്യ മസ്കറ്റിലെത്തിയത്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും ഡിസംബർ 29-നായിരുന്നു INSV കൗണ്ഡിന്യയുടെ കന്നിയാത്ര. തിരമാലകളുടെയും കാറ്റിന്റെയും ഗതിക്കും സ്വഭാവത്തിനുമനുസരിച്ചുള്ള സാഹസിക യാത്ര. 1400ഓളം കിലോമീറ്റർ താണ്ടിയാണ് INSV കൗണ്ഡിന്യ പായ്ക്കപ്പൽ ഒമാൻ തീരത്തെത്തിയത്. ഇന്ത്യൻ എംബസിയും ഒമാൻ അധികൃതരും ചേർന്ന് നാവികർക്ക് വമ്പൻ സ്വീകരണമൊരുക്കി. നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും രൂപഭംഗിയിലുമെല്ലാം ഇന്ത്യയുടെ അഭിമാനമാണ് INSV കൗണ്ഡിന്യ പായ്ക്കപ്പൽ. അജന്ത ഗുഹാചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരുന്ന 5ാം നൂറ്റാണ്ടിലെ കപ്പലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മാണം. ലോഹങ്ങളോ ആണിയോ ഉപയോഗിക്കാതെയുള്ള സാങ്കേതിക വിദ്യ, കയറും മരവും ഉപയോഗിച്ച് പൗരാണിക രീതിയിലാണ് കൗണ്ഡിന്യ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിലും കരവിരുതിലും കടലിലെ വിസ്മയമാണ് കൗണ്ഡിന്യ. The traveling has been very exhilarating and adventurous. So it is an 18-day voyage, and the ship has it rolls a lot. So it was a very interesting experience. We used to sleep mostly on the deck. So it was good to see the starry night and see the wide ocean. There were times we have spotted a lot of dolphins. You could not make out sometimes the difference between the sunset and moonrise because both were so red in color. Sometimes the sea was very glassy, there were no winds, so you could understand the vastness of the ocean. So it was a beautiful experience. 2000 വർഷം മുൻപത്തെ സാങ്കേതിക വിദ്യയാണ് കപ്പൽ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു കപ്പലിൽ അറബിക്കടൽ താണ്ടിയുള്ള യാത്ര അതിസാഹസികമായിരുന്നു. പ്രക്ഷുബ്ധമായ കടലും കാറ്റും താണ്ടി 18 പേരടങ്ങിയ സംഘം 17 ദിവസം കടലിലൂടെ സഞ്ചരിച്ചു. അസാമാന്യ മനക്കരുത്തും സാഹസികതയുമായിരുന്നു സംഘത്തിന്റെ കൈമുതൽ. കന്നിയാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിലുള്ള സന്തോഷം ചേർത്തല സ്വദേശിയായ ക്യാപ്റ്റൻ പ്രശാന്ത് സി മേനോൻ പങ്കുവച്ചു. പോർബന്തറിന് 29 ഡിസംബറിനാണ് വെസൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ 14 വരെ ഞാൻ ഷോർ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. പല പല സിറ്റുവേഷൻസിൽ കൂടെ ബോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ വിൻഡ് ഉണ്ടായിരുന്നില്ല, ഡ്രിഫ്റ്റ് ചെയ്യായിരുന്നു ബോട്ട്. ആ സമയത്ത് ക്രൂവിൻ്റെ മനസ്ഥിതി എക്സ്പെഡിഷൻ കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് അടുത്ത 7-8 ദിവസത്തേക്കുള്ള വിൻഡിൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് അനലൈസ് ചെയ്യണമായിരുന്നു. എന്നിട്ട് ക്രൂവിനോട് പറയണമായിരുന്നു. പിന്നെ അതുപോലെ ചില ദിവസങ്ങൾ സീ വളരെ റഫായിരുന്നു, വിൻഡ്സ് സ്ട്രോങ് ആയിരുന്നു. എല്ലാ സിറ്റുവേഷൻസും ഇവർ കണ്ടിട്ടുണ്ട്. ഹെവി വിൻഡ്സ്, ലൈറ്റ് വിൻഡ്സ്, നോ വിൻഡ്. മസ്കറ്റിലെ മത്ര സുൽത്താൻ കാബൂസ് തുറമുഖത്താണ് INSV കൗണ്ഡിന്യ നങ്കൂരമിട്ടത്. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഹസാൻ അൽ ബുസൈദി, ഇന്ത്യൻ ജലഗതാഗത തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൽ, ഉന്നത ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ എംബസി ജീവനക്കാർ, ഇന്ത്യൻ നാവികസേന, ഒമാൻ നാവികസേന പ്രതിനിധികൾ, പോലീസ്, തീരരക്ഷാസേന പ്രതിനിധികൾ എന്നിവർ കൗണ്ഡിന്യയെ വരവേൽക്കാനെത്തി. പരമ്പരാഗത ഒമാനി വള്ളങ്ങളുടെ അകമ്പടിയോടെ വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു സ്വീകരണം. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഒമാനി സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. കടലിലെ അത്ഭുതം കാണാൻ പ്രവാസികൾക്ക് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മലയാളികളടക്കം നിരവധി പേർ കൗണ്ഡിന്യയിലെ കാഴ്ചകൾ കാണാൻ എത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനുഷ്യനിർമ്മിതമായ, ഒട്ടും യന്ത്രവൽകൃതമല്ലാത്ത മനുഷ്യനിർമ്മിതമായ ഒരു ബോട്ട് കാണുവാനും അത് കുട്ടികളെ പരിചയപ്പെടുത്തുവാനും അത് അവരുടെ ഫ്യൂച്ചറിലേക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാക്കാനും സാധിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. The ship is coming here because myself and my other colleague we went to Porbandar to send off and all this one. There at the Porbandar we went, and the chief guest was the Oman ambassador of Oman ambassador in Delhi. He also came and he was also chief guest. He also to send off and all, and he was telling that I will try to come to Muscat to receive them.
and now we are very excited. All the people are very excited to receive them to come here and all this. 2023 സെപ്റ്റംബറിലായിരുന്നു കപ്പലിന്റെ നിർമ്മാണ തുടക്കം. 5-ാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹാചിത്രങ്ങളിലെ രേഖകളും പരാമർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു രൂപകൽപ്പന. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഗോവ തീരത്ത് നീറ്റിലിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാങ്കേതിക ഉപദേശക സമിതി അംഗം സഞ്ജീവ് സന്യാലും കന്നി യാത്രയിലെ സംഘത്തിലുണ്ടായിരുന്നു. യാത്രയുടെ ഓരോ ഘട്ടവും അദ്ദേഹമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത്. 18-അംഗ സംഘത്തിൽ ക്യാപ്റ്റനെ കൂടാതെ 2 നാവികർ കൂടി മലയാളികൾ. തലശ്ശേരി സ്വദേശി നിഖിൽ സുരേഷ്, മലപ്പുറം നിലമ്പൂർ സ്വദേശി നാഫിസ് മോൻ എന്നിവരായിരുന്നു മലയാളി നാവികർ. ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം ഇങ്ങനെ ഒരു 2000 ഇയർ ഓൾഡ് ബോട്ടിന്റെ ഡിസൈൻ, ഒരു കയറിനെ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് എല്ലാ നാവികന്മാർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാം ഉണ്ടായിരുന്നു സെയിലിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. നല്ല വിൻ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, 0 വിൻ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മഴയും കിട്ടി നമുക്ക് ഇവിടെ മസ്കറ്റിലെത്തുന്നതിന് മുന്നേ 2 ദിവസം. പിന്നെ എല്ലാം ഒരു സെയിലിംഗിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇത് തികച്ചും ഒരു പഴയൊരു സെയിലിംഗ് വെസലാണ്. അതായത് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. കാറ്റിന്റെ ദിശ അനുസരിച്ച് ഞങ്ങളിത് സെയിൽ ചെയ്യണത്. വളരെയധികം കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഇവിടുത്തെ ലോക്കൽസ് ചെറിയ ബോട്ടുകൾ സ്വീകരിക്കാനെത്തി. പുറത്തന്നെ ഔട്ടർ വാട്ടർ തന്നെ, ബ്രേക്ക് വാട്ടറിന്റെ പുറത്തന്നെ ഞങ്ങൾ ഇന്ന് ചെയ്യണതിന് മുമ്പ് തന്നെ അല്ലെ. തീർച്ചയായിട്ടും അത് വേറൊരു ദിവസം ഇങ്ങനെ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. കേരളത്തിലെ ഒരു നിർമ്മാണ വിദഗ്ധൻ ബാബു ശങ്കരനും സംഘവുമാണ് ഈ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം. യാത്രയിലുടനീളം നാവികർ ഉപയോഗിച്ച വസ്തുക്കൾ, അവർക്കുണ്ടായ അനുഭവങ്ങൾ, ഭക്ഷണ രീതി തുടങ്ങിയവയെല്ലാം സന്ദർശകർ അവരിൽ നിന്നും അടുത്തറിഞ്ഞു. കപ്പൽ നിർമ്മാണത്തിലെ അത്ഭുതപ്പെടുത്തുന്ന പരമ്പരാഗത രീതിയും മനസ്സിലാക്കി. ഞങ്ങളിവിടെ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, ഈ പഴയ പണ്ടത്തെ സമയത്ത് കിംജീസും ഇവിടെയുള്ള പഴയ ട്രേഡേഴ്സ് അവരെങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് കപ്പലിൽ വന്ന് ട്രേഡ് ചെയ്ത് തിരിച്ചു പോകുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ബേസിക്കലി ഇപ്പം ഈ ഒരു ഷിപ്പ് അതിനുവേണ്ടി ഒരു ശരിക്കുള്ള ഒരു അനുഭവമായിട്ട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നന്നായിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ കണ്ടപ്പോഴത്തേക്ക് വളരെ അവിശ്വസനീയമാണ്. ഇപ്പം ഇങ്ങനൊരു സമയത്ത് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനൊരു ഷിപ്പ് ഉണ്ടാക്കി നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാൽ 18-20 ദിവസങ്ങളിലൂടെ എത്തുമെന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ അമേസിംഗ് ജേർണി. കടലിനെ കീഴടക്കിയ സാഹസിക യാത്ര മാത്രമായിരുന്നില്ല INS കൗഡിന്യയുടേത്. കാലത്തെ മറികടന്ന കരവിരുതിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാവനയുടെയും അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു കൗഡിന്യയുടെ കന്നി യാത്ര.